ഓക്കെ. സോ കഴിഞ്ഞ ക്ലാസ്സിലൊരു നമ്മുടെ ഇത്രയും നേരം പഠിച്ച ടോപ്പിക്സിൻ്റെ ഒരു റിവിഷൻ കൊണ്ട് തന്നെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ വളരെ സിമ്പിളായിട്ട് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻസ് കംപ്ലീറ്റ് ചെയ്യണം. സോ തന്നിരിക്കുന്ന ഇക്വേഷൻസ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റിയാക്ഷൻസ് ഏത് റിയാക്ഷനാണെന്ന് കണ്ടുപിടിക്കാനുള്ളൊരു മൈൻഡ് നമുക്ക് ഉണ്ടാവണം, അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാവണം. കഴിഞ്ഞ വീഡിയോസ് ഇത്രയും കണ്ട എൻ്റെ കുട്ടികൾക്ക് വളരെ സിമ്പിളായിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ, അല്ലേ? വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഓരോ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും നിങ്ങൾ മറന്നുവെങ്കിൽ സാരമില്ല, നമുക്ക് ഒന്നുകൂടെ നോക്കാം, ശ്രദ്ധിച്ച് കേൾക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് 2H2 ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ. എടാ ഇത് കണ്ടിട്ട് എത്ര പേർക്ക് മനസ്സിലായി ഏത് ടൈപ്പ് റിയാക്ഷൻ ആണെന്ന്? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അഡിഷൻ റിയാക്ഷൻ ആണ്. എങ്ങനെ മനസ്സിലായി അഡിഷൻ റിയാക്ഷൻ ആണെന്ന്? വളരെ സിമ്പിളാണ്. എങ്ങനെ നമ്മൾ അഡിഷൻ റിയാക്ഷൻ ചെയ്യുന്നത്? അഡിഷൻ റിയാക്ഷൻ എപ്പോഴാണ് ചെയ്യുന്നത്? ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ളൊരു കോമ്പൗണ്ട് ഉള്ള നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. ഈ ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഉള്ളൊരു കോമ്പൗണ്ടിൻ്റെ കൂടെ നമ്മൾ എന്തെങ്കിലും സാധനം ആഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും എന്തായിരിക്കും? അഡിഷൻ റിയാക്ഷൻ ആയിരിക്കും. ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഉള്ളൊരു കോമ്പൗണ്ട് കൂടെ എന്തെങ്കിലും നമ്മൾ ആഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് അഡിഷൻ ആയിരിക്കും. സോ ഇവിടെ ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ആണ്, അതേമാതിരി തന്നെ ഒരു സാധനം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, പോരാത്ത നിക്കലും ഉണ്ട്. സോ ഉറപ്പായിട്ടും എന്തായിരിക്കും? അഡിഷൻ റിയാക്ഷൻ ആണ്. ഇനി എങ്ങനെയാണ് ഈ അഡിഷൻ റിയാക്ഷൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 3 ബോണ്ടുകളില്ലേ, ആ 3 ബോണ്ടുകളിൽ ഒരു ബോണ്ട് നിങ്ങളങ്ങ് പൊട്ടിക്കാം. സോ ഒരു ബോണ്ട് പൊട്ടിച്ചാൽ ബാക്കി എത്ര ബോണ്ട് ഉണ്ട്? 2 ബോണ്ടുകളുണ്ട്. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? CH ഡബിൾ ബോണ്ട് CH അല്ലേ? ഇനി എന്താ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്? 2H2 ആണ്. ഞാൻ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു കോഴ്സ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒരു H2 ആഡ് ചെയ്യാം. CH ഡബിൾ ബോണ്ട് H2 ഒരു H2 ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു H ഇവിടെ ഒന്ന് കയറും, ഒരു H ഇവിടെ ഒന്ന് കയറും, അല്ലേ? സോ എന്തായിരിക്കും ആൻസർ കിട്ടുക? CH2 ഡബിൾ ബോണ്ട് CH2. കഴിഞ്ഞോ? ഇവിടെ 2H2 ഇല്ലേ, നമുക്ക് ഒരു H2 ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഇനി ഒന്നുകൂടെ തന്നെ H2 ആയിട്ട് ആഡ് ചെയ്ത് എന്താ സംഭവിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കേ. ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് കൂടെ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. ഇത് സംഭവിക്കുക? ഒരു ബോണ്ട് ബ്രേക്ക് ആവും, ഒരു H ഇവിടെ ആഡ് ആവും, ഒരു H ഇവിടെ ആഡ് ആവും. സോ എന്ത് കിട്ടും? CH3 സിംഗിൾ ബോണ്ട് CH3. മനസ്സിലായോ? ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഉള്ള ഒരു കോമ്പൗണ്ട് കൂടെ ഹൈഡ്രജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു ബോണ്ട് ബ്രേക്ക് ആവും, അപ്പുറം ഇപ്പുറം ആഡ് ചെയ്ത സാധനം എന്താവും? അവിടെ ഒന്ന് ആഡ് ആവും. ഓക്കെ, സംഭവം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തിനാ 2 വട്ടം H2 ആഡ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്ക്, ക്വസ്റ്റ്യനിൽ നമുക്ക് 2H2 തന്നേക്കുന്നത്. H2 തന്നാണെങ്കിൽ നിങ്ങൾ ഒരു വട്ടം ചെയ്താൽ മതി. 2H2 എന്ന് പറയുമ്പോൾ 2 വട്ടം ചെയ്യണമെന്ന് അർത്ഥം. ഓക്കെ, അടുത്ത ഒരു കോമ്പൗണ്ട് ഉണ്ട്. ആ കോമ്പൗണ്ട് സിംഗിൾ ബോണ്ടാണെന്ന് എനിക്ക് എങ്ങനെ മനസ്സിലായി? ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഒന്നും ഞാൻ കാണുന്നില്ലല്ലോ, പിന്നെ ഞാൻ അങ്ങനെ അത് അല്ലെങ്കിൽ സിംഗിൾ ബോണ്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് കൂടെ സാധനം ആഡ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. ഏത് റിയാക്ഷൻ? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണെങ്കിൽ എന്താ ചെയ്യുക? ഒരു ഹൈഡ്രജനെ അവിടുന്ന് മാറ്റിയിട്ട് പകരം എന്ത് ചെയ്യണം? ഒരു ക്ലോറിനെ വെക്കണം. പക്ഷെ ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, അതിലൊരു ഹൈഡ്രജനെ ഞാൻ എന്ത് ചെയ്യുന്നു? മാറ്റുന്നു. പകരം ഇവിടെ നിന്ന് ഒരു ക്ലോറിനെ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് വെക്കുന്നു. അപ്പോൾ എന്ത് പറ്റും? CH2 ഒരു H പോയി, അപ്പോൾ എന്ത് കിട്ടും? CH അല്ലേ? CH ഒരു CL ഇങ്ങോട്ട് വന്ന് കയറി കഴിഞ്ഞാൽ Cl3 പ്ലസ് ഇവിടെ ഇറങ്ങിപ്പോയ H ബാക്കിയുള്ള CL ചേരുമ്പോൾ HCl ആയിട്ട് മാറും, അല്ലേ? ഇവിടുന്ന് ഒരു H ഇറങ്ങിപ്പോയായിരുന്നു, ഇവിടെ ബാക്കി ഒരു CL ഉണ്ട്, അതോടെ ചേരുമ്പോൾ HCl ആയിട്ട് മാറും. അടുത്ത് നിങ്ങൾ എവിടെ കണ്ടാലും നിങ്ങൾ ഓർക്കുക, അത് പോളിമറൈസേഷൻ ആണ്. നിങ്ങൾ എവിടെ കണ്ടാലും ഓർക്കുക, അതെന്താണ്? പോളിമറൈസേഷൻ ആണ്. ഇനി പോളിമറൈസേഷൻ റിയാക്ഷൻ നമ്മൾ എങ്ങനെ ചെയ്യും? നോക്ക്, ഇത് ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് അല്ലേ? നിങ്ങൾ അതിൽ നിന്ന് ഒരു ബോണ്ടിനെ അങ്ങ് എടുത്ത് കളയുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? CH2 സിംഗിൾ ബോണ്ട് CH2. അപ്പുറം ഇപ്പുറം നിങ്ങൾ 2 വലിയ വര ഇടുക, ഒരു ബ്രാക്കറ്റ് ഇടുക, താഴെ N എഴുതുക. കഴിഞ്ഞു, ഇത്രയുള്ള പരിപാടി. ഇനി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇത് 2 കാർബണാണ്, ഡബിൾ ബോണ്ടാണ്. സോ ഈത്തീനാണ്, ഇത് പോളിഈത്തീനാണ് അഥവാ പോളിത്തീനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. CH4 കൂടെ എന്തോ ഒരു സാധനം ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടിയത് CO2 പിന്നെ വേറൊരു സാധനം. ഇത് നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടാവും? യെസ്, പഠിച്ചിട്ടുണ്ട്. കമ്പഷനിൽ നമ്മൾ എന്താ പഠിച്ചേക്കുന്നത്? ഒരു ഹൈഡ്രോ കാർബണിന്റെ കൂടെ ഒരു സാധനം നമ്മൾ ആഡ് ആക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 2 സാധനങ്ങളാണ്. ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡും മറ്റേത് വാട്ടറും. സോ കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടാൽ അല്ലെങ്കിൽ ഓക്സിജൻ കണ്ടാൽ അത് മനസ്സിലാക്കാം, ഉറപ്പായിട്ട് എന്തായിരിക്കും? കമ്പഷൻ ആയിരിക്കും. സോ CH4 കൂടെ എന്തായിരിക്കും ആഡ് ചെയ്തത്? O2 ആയിരിക്കും. O2 ആഡ് ചെയ്യുന്നതിന്റെ അർത്ഥം എന്താ? കത്തിക്കുക എന്ന് പറയുന്നതിനാണ് നമ്മൾ O2 ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ CH4 പ്ലസ് O2 gives CO2 പ്ലസ് H2O. ഓക്കെ, അത് ക്ലിയർ ആയി. അടുത്ത ഏതോ ഒരു കോമ്പൗണ്ടിന്റെ കൂടെ ഹൈഡ്രജൻ ആഡ് ചെയ്തേക്കുന്നു. അപ്പം നമുക്ക് CH3 സിംഗിൾ ബോണ്ട് CH3 കിട്ടി. ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന കേസ് നമ്മൾ എവിടെ പഠിച്ചിട്ടുള്ളൂ?
അഡിഷൻ റിയാക്ഷനിലേ പഠിച്ചിട്ടുള്ളൂ. അഡിഷൻ റിയാക്ഷനിൽ എന്താ നടക്കുന്നത്? ഒരു ബോണ്ട് ബ്രേക്ക് ആവും, അവിടേക്ക് 2 ഹൈഡ്രജൻ വന്ന് ആഡ് ആവും അല്ലേ. അപ്പോൾ ഇവിടെ CH3 ഒരു ബോണ്ട് ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ എത്ര ഹൈഡ്രജൻ ഇവിടെ എത്ര ബോണ്ട് ഉണ്ടായേനെ? 2 ബോണ്ട്. സോ കാർബൺ 2 ബോണ്ട് 2. ഓക്കെ, കാർബൺ എണ്ണം മാറത്തില്ലല്ലോ. റിയാക്ടന്റിൽ നിന്ന് പ്രോട്ടീൻ വരുമ്പോൾ കാർബൺ എണ്ണം മാറും ഇല്ല. കാർബൺ എണ്ണം ഉണ്ട്, ഇവിടെ സിംഗിൾ ബോണ്ട് ആണ്. അപ്പോൾ അഡിഷൻ റിയാക്ഷൻ ആണ് നടന്നതെന്നുണ്ടെങ്കിൽ 2 ബോണ്ട് പൊട്ടിട്ടാണ് ഒരു ബോണ്ട് ആയത്. ആ കാര്യം മൈൻഡിൽ വെച്ചേക്കാം. സോ ഡബിൾ ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ 2 ബോണ്ട് പോയി, കാർബൺ മൊത്തം 4 ബോണ്ട്, അതിൽ 2 ബോണ്ട് പോയി കഴിഞ്ഞാൽ ബാക്കി CH2. ക്ലിയർ അല്ലേ? സോ ഇതാണ് പരിപാടി. ഓക്കെ, സോ നമുക്കിനി നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം. ഓക്കെ, നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം. ടോപ്പിക് എന്ന് പറയുന്നത്, ഓക്കെ, നമ്മൾ പാഠത്തിൻ്റെ 2 ഭാഗത്തിൽ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കി. നമ്മളെ പാഠത്തിൻ്റെ 2 ഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു? നമ്മളെ പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി, റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്നായിരുന്നു പാഠം. ഇത് 2 ഭാഗമുണ്ട് ഇതിന്. ഒന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, അത് നമ്മൾ കംപ്ലീറ്റ് ആക്കി. അഡിഷൻ റിയാക്ഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അതേമാതിരി കമ്പഷൻ, പോളിമറൈസേഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച, നമ്മൾ പേരിട്ട് പഠിച്ച ആൽക്കഹോളുകൾ, കാർബോക്സിലിക് ആസിഡുകൾ, അതേമാതിരി ഈത്തർ എന്ന് പറഞ്ഞാൽ മറ്റേ വരുന്ന ആൽക്കോക്സി ഗ്രൂപ്പ്. സോ അതേപോലുള്ള കോമ്പൗണ്ടുകളെ പറ്റിയിട്ട് നമ്മൾ കൂടുതലായിട്ട് നോക്കാൻ പോവാണ് ഇനി. നമ്മൾ അവിടെ പേരിടാൻ മാത്രമല്ലേ പഠിച്ചുള്ളൂ. നമ്മളിവിടെ ആ കോമ്പൗണ്ട് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുള്ള കാര്യം കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പോവാം, പഠിക്കാൻ പോവാണ്. ഓക്കെ, സോ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ അത് പഠിക്കാം.